മുരേട്ട വീണ്ടും പാർട്ടി പരിപാടികളിൽ സജീവമാവുകയാണോ? DCCന്റെ ഒരു ഔദ്യോഗിക പരിപാടി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണമാണ്. ഉമ്മൻചാണ്ടി കോൺഗ്രസിന്റെ എല്ലാം അങ്ങനെ നേതാവിന്റെ അനുസ്മരണത്തിൽ നേരെ വിട്ടുനിൽക്കാൻ കഴിയുക? ഒരു കോൺഗ്രസ്സുകാരന് വിട്ടുനിൽക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അനുസ്മരണത്തിലൊക്കെ പങ്കെടുക്കും, അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ മിനിഞ്ഞാന്ന് പങ്കെടുക്കേണ്ടായിരുന്നു മധുസൂദന കുറുപ്പിന്റെ, പക്ഷെ അന്ന് എനിക്ക് തിരുവനന്തപുരത്ത് വന്നിട്ട് പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വന്നുകൊണ്ടാണ് എത്താൻ കഴിയാതെ. അതായത് പത്രം വായിച്ച ഒരു അറിവിൽ ഞാൻ പത്രം വായിച്ചു. പക്ഷെ കാലത്ത് തന്നെ രണ്ടുപേരെ എന്നെ ഫോണിൽ വിളിച്ചു. TN പ്രതാപനും ഷാനിമോൾ എന്നെ ഫോണിൽ വിളിച്ചു. ഞങ്ങൾ ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ചിട്ടില്ല, ഈ വിഷയം തന്നെ സംസാരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഈ ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്ന മനഃപൂർവ്വമാണ്, മറ്റൊന്നും കൊണ്ടല്ല. ഇനി തൃശ്ശൂരിട്ട് ചർച്ച ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നത്. പറയുമ്പോൾ എന്നെ KPC പ്രസിഡന്റ് നേരിട്ട് വിളിച്ചു, ദീവാദാസ് മുൻഷി വിളിച്ചിരുന്നു. പക്ഷേ ഇത് തൃശ്ശൂർ ചർച്ചയാക്കി വീണ്ടും ഒരു ഒരു പഞ്ചായത്ത് ഇലക്ഷൻ്റെ, അസംബ്ലി ഇലക്ഷൻ്റെ ഒക്കെ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ കഴിഞ്ഞു പോയൊരു സബ്ജക്റ്റ് എന്തിനാ ചർച്ച ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം പങ്കെടുക്കാറ്. അപ്പോൾ ഇന്നലത്തെ ചർച്ചയിൽ ഇങ്ങനെ പരാമർശം ഉണ്ടായില്ല എന്നാണ് രണ്ടുപേരും പറഞ്ഞത്. പിന്നെ എങ്ങനെയെങ്കിലും വാർത്ത ഒന്നും എനിക്കറിയില്ല. ഇനി ആർക്കെങ്കിലും എന്നെ പുറത്താക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ തർപ്പിച്ച് പറയാം. മുരളീധരൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി, കോൺഗ്രസ് വിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നു എന്ന് നിങ്ങൾക്ക് ഒരിക്കലും റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയാൽ പോലും ഞാൻ പാർട്ടി വിടില്ല. ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ഒരു സാധാരണ ഒരു പ്രവർത്തകനായി മുന്നോട്ട് പോകാൻ എനിക്കൊരു പ്രയാസമില്ല. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി വിട്ട് ഒരു കളിക്ക് ഞാനില്ല. പുറത്താക്കിയാൽ പോലും പാർട്ടിയിൽ നിന്ന് ഞാൻ പോയില്ല. ആ കാര്യം 101% ഉറപ്പാണ്. കരുണാകരന് ഞാനായിട്ടിരിക്കുന്നത് എനിക്ക് ഇതേ പേരുണ്ടാക്കില്ല. മരിച്ചുപോയ കരുണാകരൻ ഏതായാലും കുടുംബത്തിൽ ആ പേരുണ്ടാക്കി. ഞാൻ ആ വഴിയിലേക്ക് പോയില്ല. ആ കാര്യം 101% ഉറപ്പാണ്. ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം ഇന്നലെ മുതൽ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് താങ്കൾ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ സജീവമാകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉറപ്പായിട്ട് സജീവം. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രിയങ്ക ഗാന്ധി വരുന്ന ആ സമയം മുതൽ ഞാൻ സജീവമായിട്ടുണ്ടാവും. കാരണം വയനാടിന്റെ മേജർ പോർഷൻ എന്റെ പഴയ പാർലമെന്റാണ്. അവിടുത്തെ എല്ലാ മുക്കുമൂലം എനിക്കറിയാം. ഈ മാസം അവസാനം കഴിഞ്ഞാൽ താങ്കൾ സജീവമാകും. ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടനെ ഉണ്ടാവും. ഞാൻ പറയുന്നത് അത് നല്ല തീരുമാനമാണ്. ദേശീയ നേതാക്കന്മാർ അതായത് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കോൺഗ്രസ് എന്തുമാത്രം പ്രാധാന്യം നൽകുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. രമേശിന് ഇവിടെ കൊടുത്തതും അതുപോലെ സുധാകരൻ കണ്ണൂരിൽ നോക്കാൻ പറഞ്ഞത്. ഇതാണ് ശരിക്കും വേണ്ട ഒരു പാറ്റേൺ എന്ന് പറയും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓടി നടന്ന് പ്രസംഗിച്ചാലൊന്നും പാർട്ടി സ്ഥാനാർത്ഥികൾ ജയിക്കില്ല. ഒരാൾ ഒരു പോയിന്റിൽ നിന്ന് പ്രവർത്തിക്കുക. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ അസംബ്ലിയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞ അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ വടകരയിലെ 7 സ്ഥലം ഞാൻ നോക്കിക്കോളാം, വട്ടിയൂർക്കാവ് നോക്കിക്കോളാം, 8 സ്ഥലം ഞാൻ നോക്കാം. അങ്ങനെ വരുമ്പോൾ നേരെ മറിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രസംഗിച്ചാൽ സ്ഥാനാർത്ഥികൾ ജയിക്കില്ല. നമ്മൾ നിന്ന് അതിനു വേണ്ടി പ്രവർത്തിക്കണം. അപ്പോൾ ഇന്നലെ എടുത്തതിൽ ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള തീരുമാനമാണ്. രമേശ് ചെന്നിത്തല ഒരു പ്രത്യേക പ്രദേശക്കാരനായിട്ട് കൂട്ടരുത്. അദ്ദേഹം ദേശീയ നേതാവാണ്. കോഴിക്കോട് കോർപ്പറേഷൻ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് LDF ഭരിക്കുകയാണ്. അത് പിടിച്ചെടുക്കാൻ ഒരു നേതൃത്വം അത്യാവശ്യമാണ്. തിരുവനന്തപുരത്ത് വിഷ്ണുനാഥിനെയാണ് വെക്കുന്നത്, ഞാൻ സഹായിച്ചു കൊടുക്കാം. കാരണം എനിക്ക് വോട്ടുള്ള സ്ഥലമാണ്. വട്ടിയൂർക്കാവ് ഉൾപ്പെടെ 24 കോർപ്പറേഷൻ വാർഡ് വട്ടിയൂർക്കാവ്. തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല തീരുമാനമാണ് പുറത്തുനിന്ന് ഒരാളെ വയ്ക്കുന്നത്. കാരണം അകത്തുള്ളവരൊക്കെ കോൺട്രവേഴ്ഷ്യൽ ആയതുകൊണ്ട് പുറത്തുനിന്ന് ഒരാൾ വരുന്നത് നല്ലതാണ്. ഞാനും പറഞ്ഞിട്ട് ഞാനും സഹായിച്ചു കൊടുക്കാം. ഉണ്ട് തിരുവനന്തപുരത്തുണ്ട്. അവിടുത്തെ വോട്ടറാണല്ലോ ഞാൻ. അതൊക്കെ ഞാൻ പറയാം. ഈ ചില ശക്തികൾ ഇരുട്ടത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. അവരാരും പാർട്ടിക്ക് ഗുണം ചെയ്യുന്നവരല്ല. എന്റെ നേരിട്ട് പറഞ്ഞാൽ എന്താ കുഴപ്പം? തിരുവനന്തപുരം DCCയുടെ യോഗത്തിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഒരാളൊരു കുറ്റവും പറഞ്ഞിട്ടില്ല. ഇത് രാത്രി ഇരുന്ന് പോസ്റ്റ് ഒട്ടിക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കി.